നിന്റെ വേദന കേൾക്കാനായി അൾത്താരയിൽ കർത്താവ് ഇറങ്ങി വന്നത്. നിന്നെ കാണാൻ വേണ്ടിയിട്ടാണ് ഈശോ അൾത്താരയിലേക്ക് വന്നത്. നിന്റെ സങ്കടങ്ങളും നിന്റെ നൊമ്പരങ്ങളും മോനെ നീ ജീവിതത്തിൽ കടന്നു പോകുന്ന സകല തിക്താനുഭവങ്ങളുടെ നടുവിലും നിന്നെ ചേർത്ത് പിടിക്കാൻ ഇതായി അൾത്താരയിൽ ഇറങ്ങി നിൽക്കുന്ന കർത്താവ്. ഉത്തരം കിട്ടാതെ നിൽക്കുന്ന ജീവിതത്തിന്റെ പല പ്രശ്നങ്ങളുടെയും പ്രതിസന്ധികളുടെയും നടുവിലല്ലേ നീ? മുന്നോട്ട് പോകാൻ പറ്റാത്ത രീതിയിൽ ചില ജീവിത പ്രശ്നങ്ങൾ നിന്നെ നിരന്തരം വേട്ടയാടുന്നില്ലേ? മറ്റുള്ളവരുടെ കുത്തുവാക്കുകളും പരിഹാസങ്ങളും ഒറ്റപ്പെടുത്തുന്ന തിരസ്കരിക്കുന്ന അനുഭവങ്ങളൊക്കെ നിന്നെ വല്ലാതെ മുറിപ്പെടുത്തുന്നില്ലേ? ഇതിൻ്റെ ഒക്കെ നടുവിൽ ഇതാ നിന്റെ കർത്താവ് നിന്നെ ചേർത്ത് പിടിക്കുന്ന സ്വർഗീയ നിമിഷമാണിത്. ഇത് സ്വർഗീയ നിമിഷമാണ്. സ്വർഗം നിന്നെ ചേർത്തു പിടിക്കുന്ന നിമിഷം. ആ സ്നേഹത്തിൽ നീ നിന്നെ ചേർത്ത് നിർത്ത്. ഈ സ്നേഹത്തിൽ നിന്നും കുതിരിയോടാതെ ആ സ്നേഹത്തിൽ നീ ചേർന്ന് നിൽക്ക്. കർത്താവിന്റെ സ്നേഹത്തിൽ എത്ര കണ്ട് കർത്താവ് നമ്മെ ചേർത്ത് നിർത്താൻ ആഗ്രഹിക്കുന്നുവോ അതിലധികമായി നമ്മൾ ആ സ്നേഹത്തിൽ നിന്നും കുതിറിയോടിക്കൊണ്ടിരിക്കുകയല്ലേ? ഇതാ തൻ്റെ സ്നേഹത്തിൽ നമ്മെ ചേർത്ത് പിടിക്കുന്ന കർത്താവ് അൾത്താരയിൽ. ഈ കർത്താവിനെ നമ്മൾ ആരാധിക്കാൻ, ഈ കർത്താവിനെ ജീവിതം കൊണ്ട് ഏറ്റുപറയാനൊക്കെ ഒരുങ്ങുന്ന നിമിഷങ്ങളാണത്. ദൈവം ചെയ്ത എല്ലാ അനുഗ്രഹങ്ങൾക്കും നമുക്ക് നന്ദി പറയാം. എല്ലാറ്റിനെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയാം. സങ്കടങ്ങളിലൂടെ കടന്നുപോയി, വേദനകളിലൂടെ കടന്നുപോയി, ദുഃഖങ്ങളിലൂടെയും നൊമ്പരങ്ങളിലൂടെ എല്ലാം നമ്മൾ കടന്നുപോയി. ഇതാ ഈ നിമിഷം തമ്പുരാന്റെ മുമ്പിൽ നിൽക്കാൻ അവൻ നമ്മെ യോഗ്യരാക്കി. ആ സ്നേഹത്തിന് നമുക്ക് നന്ദി പറയാം. ആ സാന്നിധ്യത്തിന് നന്ദി പറയാം. കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിൽ നീ ചെയ്ത എല്ലാ നന്മകളെ ഓർത്ത് ഇതാ ഞങ്ങൾ നന്ദി പറയുന്നു. അനുഗ്രഹിച്ച വഴികളെല്ലാം ഓർത്ത് നന്ദി പറയുന്നു. സ്നേഹത്തിൽ ഞങ്ങളെ ചേർത്ത് നിർത്തിയ എല്ലാ അനുഭവങ്ങൾക്കും ഇതാ ഞങ്ങൾ നന്ദി പറയുന്നു. തുറന്നു പിടിച്ചിരിക്കുന്ന കരങ്ങൾ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് നീട്ടിപ്പിടിച്ച് ഏതാനും നിമിഷം കർത്താവിനെ മാത്രം നോക്കിക്കൊണ്ട്, ദിവ്യകാരുണ്യത്തിലേക്ക് മാത്രം നോക്കിക്കൊണ്ട്, നിന്റെ ജീവിതത്തിൽ ദൈവം ചെയ്ത നിരവധിയായ അനുഗ്രഹങ്ങളെ ഓർത്തും നന്ദി പറഞ്ഞ് വേദനിക്കാനും സങ്കടപ്പെടാനും നിരാശപ്പെടാനും കാരണങ്ങളേറെയുണ്ട്. പരാതി പറയാനും പരിഭവം പറയാനും ഒത്തിരിയേറെ കാരണങ്ങൾ നിന്റെ ജീവിതത്തിലുണ്ട്. നിരാശപ്പെടാൻ തക്ക വിധത്തിൽ പല വിഷയങ്ങളും നിന്നെ അലട്ടുന്നുണ്ട്. എന്നാലും ആനന്ദിക്കാൻ അതിലേറെ കാരണം നമുക്കുണ്ടല്ലോ. ആനന്ദിക്കാൻ അതിലേറെ കാരണം നമുക്കുണ്ടല്ലോ. സങ്കടപ്പെടാൻ ഏതാനും കാരണങ്ങളുണ്ടെങ്കിൽ ആനന്ദിക്കാൻ അതിലേറെ കാരണങ്ങളുള്ളവരല്ലേ നമ്മൾ. എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി അവൻ്റെ അവസാനത്തുള്ള രക്തവും നൽകി എന്നുള്ളത് മോനെ നിന്റെ നിത്യസന്തോഷത്തിൻ്റെ കാരണമല്ലേ? എനിക്ക് വേണ്ടി കാൽവരിയിൽ പിടഞ്ഞു മരിച്ചൊരു കർത്താവിൻ്റെ സ്നേഹമുണ്ടെന്ന് തിരിച്ചറിയുന്നത് എൻ്റെ സ്നേഹത്തിൻ്റെ കാരണമല്ലേ? ആരെല്ലാം എന്നെ തള്ളിക്കളഞ്ഞാലും, ആരെല്ലാം എന്നെ ഉപേക്ഷിച്ചാലും, എന്നെ ഉപേക്ഷിക്കാത്തൊരു ദൈവമുണ്ടെന്നുള്ളത് എൻ്റെ സന്തോഷത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും കാരണമല്ലേ? പെറ്റമ്മ മറന്നാലും ഞാൻ നിന്നെ മറക്കില്ല എന്ന് പറഞ്ഞ കർത്താവിൻ്റെ സാന്നിധ്യം, അത് സന്തോഷത്തിൻ്റെ സാന്നിധ്യമല്ലേ? അതെ, ഇതാ നിത്യ സന്തോഷം നൽകുന്ന കർത്താവ്, നിത്യജീവൻ തന്നെയായ ഈശോ ഈ അൾത്താരയിൽ. ആ കർത്താവിനെ കണ്ട് നമുക്ക് ആരാധിക്കാം. ആ കർത്താവിനോട് സ്നേഹത്തിൽ ചേർന്ന് നിന്ന് ആ കർത്താവിനെ ആരാധിക്കാം. ആ കർത്താവ് ചെയ്ത എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറഞ്ഞ് കർത്താവിനെ ഏതാനും നിമിഷം സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. ആരാധന
ആരാധന ആരാധന ആരാധന ആരാധന ആരാധന ആരാധന ആരാധന ആരാധന ആരാധന ആരാധന ആരാധന ആരാധന ആരാധന ആരാധന ആരാധന ആരാധന ആരാധന ആരാധന ആത്മാവിലായിരം മുറിവുണങ്ങിയിടും ആത്മീയ നിമിഷമീ ആരാധന. ഈശോയേ, മക്കളെ, കർത്താവിനോട് ചേർന്ന് കർത്താവിന്റെ സാന്നിധ്യത്തിലിരുന്ന് ആത്മാവ് നിങ്ങൾ എങ്ങനെ പ്രേരിപ്പിക്കുന്നുവോ അതുപോലെ ദൈവത്തെ ആരാധിച്ചു കൊള്ളുക. ഹല്ലേലൂയ പറഞ്ഞോ, ആരാധന പറഞ്ഞോ. നീ നിന്റെ കർത്താവ് മാത്രമല്ലേ ഉള്ളൂ. നിന്നെ കാണുന്ന ഈശോയുടെ മുമ്പിലല്ലേ നീ ഇരിക്കുന്നത്. ഹൃദയം തുറന്നിട് കർത്താവിൻ്റെ മുമ്പിൽ. കർത്താവ് പ്രവേശിക്കട്ടെ. സക്കേവൂസ് തൻ്റെ ഭവനത്തെ തുറന്നു കൊടുത്തപ്പോൾ അവൻ്റെ ഭവനത്തിലേക്ക് കർത്താവ് പ്രവേശിച്ചില്ലേ? മോനെ, മോളെ, നിന്റെ ഹൃദയം, നിന്റെ ജീവിതമൊക്കെ, കുടുംബമൊക്കെ കർത്താവിന് മുമ്പിലൊന്ന് തുറന്നിട്ടേ. നിന്റെ കർത്താവ് നിന്റെ കുടുംബത്തിലേക്ക് ഇറങ്ങി വരട്ടെ. ആരാധിക്കേ. ആത്മാവ് എങ്ങനെ പ്രേരിപ്പിക്കുന്നു അതുപോലെ കർത്താവിനെ ആരാധിക്കട്ടെ. ആരാധന 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 ഹല്ലേലൂയ യേശുവേ ആരാധന ഹല്ലേലൂയ 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 യേശുവേ ആരാധന ആരാധന യേശുവേ ആരാധന 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 യേശുവേ ആരാധന ഈശോയെ ആരാധന 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 യേശുവേ അങ്ങേക്ക് ആരാധന. ഹല്ലേലൂയ. നിന്റെ നാമത്തിന് ആരാധന, നിന്റെ സാന്നിധ്യത്തിന് ആരാധന, നിന്റെ സ്നേഹത്തിന് ആരാധന, നിന്റെ സാന്നിധ്യത്തിന് ആരാധന. ആരാധന ആരാധന യേശുവേ ആരാധന 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 ആരാധന. ഹല്ലേലൂയ. ഹൃദയം തുറന്ന് കർത്താവിനെ ആരാധിച്ച് പ്രാർത്ഥിക്കേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഇത് ആരാധനയുടെ നിമിഷമാണ്. വേറൊന്നും ചെയ്യേണ്ടതില്ല. ദൈവത്തെ ആരാധിച്ചു കൊണ്ടിരിക്കുക, ദൈവത്തെ ആരാധിച്ചു കൊണ്ടിരിക്കുക. സകല കെട്ടുവഴിയും ദൈവത്തെ ആരാധിക്കുമ്പോൾ, ദൈവത്തെ സ്തുതിക്കുമ്പോൾ സകല ബന്ധനങ്ങൾ വഴിയും ദൈവത്തെ ആരാധിക്കുമ്പോൾ സകല പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ട്. ആത്മാവ് പ്രേരണ തരുന്നത് പോലെ ഈശോയെ ആരാധിച്ചു കൊണ്ടിരിക്കുക. ഹല്ലേലൂയ 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 യേശുവേ ആരാധന ഹല്ലേലൂയ. മുട്ടുകുത്താൻ സാധിക്കുമെങ്കിൽ ഈ നിമിഷം മുട്ടുമേലായിരിക്കുക. മുട്ടുകുത്തി പ്രാർത്ഥിക്കാൻ പറ്റുമെങ്കിൽ ഈ നിമിഷം മുട്ടുമേലായിരിക്കുക. ദിവ്യകാരുണ്യ ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാൻ ഒരുങ്ങുന്ന സമയമാണ്. മുട്ടുമേലായിരിക്കാം. താഴ്ന്നവസരത്തിൽ കർത്താവിനെ സ്തുതിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ദിവ്യകാരുണ്യ ഈശോയുടെ ആശീർവാദം നമുക്കിപ്പോൾ സ്വീകരിക്കാം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന യേശുവേ ആരാധന യേശുവേ